അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണോ? എന്നാൽ ഞാനൊരു കൊച്ചു കഥ പറയാം. മനുഷ്യനുള്ള കാലത്തോളം കഥകളുമുണ്ട്. കുഞ്ഞുങ്ങളായിരിക്കെ തന്നെ ഉമ്മമാരിൽ നിന്നും ഉമ്മുമ്മമാരിൽ നിന്നും കഥകൾ കേട്ട് ഉണ്ടും ഉറങ്ങിയും വളരുന്ന ബാല്യം അതമ്മയെ ഓർമ്മപ്പെടുത്തുന്നത്. എല്ലാ കഥകൾക്കും ഒരു ഗുണപാഠമുണ്ട്. ബദർ ഇതിഹാസങ്ങളുടെ രണഭൂമി, ആയുധങ്ങളുടെ ഒന്നാം ശതം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ചിൽ 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 ഇരു സൈന്യവും തയ്യാറായി കഴിഞ്ഞു. ഇരു സൈന്യം എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് മുസ്ലിം സൈന്യവും മറുവശത്ത് മുസ്ലിം സൈന്യവും. മുസ്ലിം സൈന്യത്തിന്റെ നേതാവ് ആരാ? അഷ്റഫ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തെന്ന എല്ലാവർക്കും നിർദ്ദേശങ്ങൾ നൽകി ആളുകളുടെ സഫ് ശരിയാക്കി. എല്ലാവരും സഫ് ശരിയായി നിന്നു. ഒരാൾ മാത്രം സഫ് തെറ്റി നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി, ആരാണത്? അപ്പോൾ കണ്ടതോ നമ്മളെ സവാത്രനെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തെന്ന വടിയെടുത്ത് സവാത്രന്റെ ഉദരത്തിൽ ഒരൊറ്റ തട്ടി. സവാത്ര സങ്കടത്തോടെ പറഞ്ഞു, നബിയെ, അങ്ങ് എൻ്റെ ഉദരത്തിൽ തട്ടിയപ്പോൾ എൻ്റെ ഉദരം വല്ലാതെ വേദനിച്ചു. അതുകൊണ്ട് ഞാൻ പൊരുത്തപ്പെട്ടു തരണമെങ്കിൽ നബിയോട് പ്രതികാരം ചെയ്യണം. എന്ത്? നബിയോട് പ്രതികാരം ചെയ്യാനാ? സ്വഹാബികൾ ഉത്കണ്ഠരായി. അപ്പോൾ നമ്മളെ ശാന്തനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവാത്രന്റെ ഉദരത്തിൽ കൈ നീട്ടി പ്രതികാരം ചെയ്യാൻ പറഞ്ഞു. സവാത്രന് അപ്പോഴും പരാതി തന്നെ പരാതി. നബിയെ, അങ്ങ് എൻ്റെ ഉദരത്തിൽ തട്ടിയപ്പോൾ എൻ്റെ ഉദരത്തിൽ വസ്ത്രമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പൊരുത്തപ്പെട്ടു തരണമെങ്കിൽ നബിയോട് ഉദരത്തിൽ നിന്ന് വസ്ത്രം നീക്കണം. എന്ത്? നബിയോട് ഉദരത്തിൽ നിന്ന് വസ്ത്രം നീക്കാനാ? സഹാബികളുടെ മുഖം ചുവന്നു തുടുത്തു. കൂട്ടത്തിൽ കേമനായ ഉമറുൽ ഖത്താബ് കൈ വാളിലേക്ക് കുതിച്ചു. അപ്പോൾ നമ്മളെ ശാന്തനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദരത്തിൽ നിന്ന് വസ്ത്രം നീക്കി. സവാത്രന് സ്വയം പറഞ്ഞു, നാഥാ, ഞാൻ എന്തൊരു പാപിയാണ്. നബിയോട് പ്രതികാരം ചെയ്യാൻ എനിക്ക് തോന്നിയെല്ലാം ഇങ്ങനെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ചുമ്മനത്തോടെ ചുമ്മനം. ഇത് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സവാദ്, എന്താണിത്? എന്താണ് ഈ കാണിക്കുന്നത്? നബിയെ ചുമ്മിക്കാനോ മറ്റെന്തെങ്കിലും ഉപകാരം ചെയ്യാനോ എനിക്ക് അവസരം കിട്ടാറില്ല. അതുകൊണ്ട് ചെയ്തതാ നബിയെ, എന്നോട് പൊറുക്കണം. നോക്കൂ കൂട്ടുകാരെ, സഹാബികൾ എത്രമാത്രം നബിയെ സ്നേഹിക്കുന്നു. അതുപോലെ നമുക്കും നമ്മുടെ മുത്തു നബിയെ സ്നേഹിക്കാം. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ കൊച്ചു കഥ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.